ആയുഷ്കല എന്ന് പറയുന്നത് അതിന്റെ പവർ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. യോഗന്റെ ശിവകുണ്ടലിനെ ആയുഷ്കല അതിന്റെ എഫക്ട് ആക്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എന്റെ ലൈഫ്. റിട്ടയർമെന്റിന് ശേഷം ഒരു 4 കൊല്ലം വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 4 കൊല്ലത്തിന് ശേഷം ചെറിയൊരു അസുഖം വന്നു. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡിമിനിഷൻ എന്നതിന്റെ പേര്. ഡിമിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ചെറുതായി പോവുക, അതിലെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെയുള്ള പല സിംറ്റംസ് ഉണ്ടാകും. നമുക്ക് നടക്കുന്ന നേരം ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമ്മൾ എഴുത്ത് ചുരുങ്ങി പോകും. എഴുത്തിന് സാധാരണഗതിയിലുള്ള ഫ്ലോ ഉണ്ടാവില്ല. സംസാരിക്കുന്ന നേരം നാക്ക് കുഴഞ്ഞു പോകും. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ ന്യൂറോ ഫിസിഷ്യനെ കണ്ടു. അദ്ദേഹം എന്നോട് CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തതിന് ശേഷം ബ്രെയിനിനെ എല്ലാം അതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് ഏജ് റിലേറ്റഡ് ആണ്. ഇതിന് സീരിയസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ഇതുവരെ നഷ്ടപ്പെട്ട് തന്നെയാണ്. ഇനി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷെ ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നിട്ടും കൂടി വലിയൊരു മാറ്റമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. MRI സ്കാൻ എടുത്തിന്, CT സ്കാൻ എടുത്തിന്, ഒരുപാട് സ്കാനിങ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നോക്കിയതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒന്നിക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം അല്ലെങ്കിൽ യോഗ ചെയ്യണമെന്ന്. അപ്പൊ എന്റെ കൂടെ എന്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ വൈഫ് അപ്പോഴത്തേക്ക് യോഗയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കുറച്ച് നന്നായിട്ട് ഒരു അഡ്വാൻസ് സ്റ്റേജിൽ എത്തിയിരുന്നു. അപ്പൊ ഞാൻ വൈഫ് പറഞ്ഞത് യോഗ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ അഡ്വൈസ് അനുസരിച്ച് ഞാൻ യോഗ ആരംഭിച്ചു. ഉടനെ തന്നെ വൈഫ് സാറെ വിളിച്ചു. സാറ് ഉടനെ തന്നെ ചെറിയ 2-3 ബ്രീത്തിങ് എക്സസൈസ് ആണ് ആദ്യം എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തത്. ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് ചെറിയൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അപ്പൊ അത് അതിന്റെ കൂടെ തന്നെ മറ്റുള്ള യോഗ പരിശീലനങ്ങളും ആരംഭിച്ചു. പിന്നെ ശിവകുണ്ടലിനെ ആയുഷ്കല ആരംഭിച്ചതിന് ശേഷം വളരെ പ്രകടമായിട്ടുള്ള വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ശബ്ദം വളരെ ക്ലിയറായി, എഴുത്തിന് ഫ്ലുവൻസ് വന്ന്, നടക്കാനുള്ള വിഷമം മാറിക്കിട്ടി. അങ്ങനെ ഒരു ലൈഫ് തിരിച്ചു വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ, ആ യോഗന്റെ ശിവകുണ്ടലിനെ ആയുഷ്കല അതിന്റെ എഫക്ട് അതിനെ എത്രമാത്രം നമുക്ക് നമ്മളെ എഫക്ട് ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ ലൈഫ്. കാരണം അത്രയും വലിയൊരു മോശപ്പെട്ട ഒരു സ്ഥിതിയിൽ നിന്നാണ് ഞാൻ ഉയർത്തി വന്നിട്ട് ഈ നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഇന്ന് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് സാറിന്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഒരു നന്ദി അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കാനും കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ, ഒരു പ്രചോദനമായിരിക്കട്ടെ. ഈ ആയുഷ്കല എന്ന് പറയുന്നത് അതിന്റെ പവർ എത്ര ഉണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരും ഇത് ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ല. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഡെയിലി ഒരു 5:30 അല്ലെങ്കിൽ ഒരു 5 o'clock എഴുന്നേറ്റിട്ട് ആയുഷ്കല 8ാം പാദം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വൈഫും ഉണ്ട്, അവളും ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും എടുക്കുക. എല്ലാവരും ആയുഷ്കല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിൻ്റെ എഫക്റ്റ് സ്വയം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. താങ്ക് യു.